നമസ്കാരം. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രശസ്ത ആക്ടിവിസ്റ്റായ ജാമിദ ടീച്ചർ എന്നറിയപ്പെടുന്ന ജാമിദ ബീവിയെ നിരന്തരം അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചു എന്ന കേസിൽ തെരുത്താത്ത എന്ന എതിരാളികൾ വിശേഷിപ്പിക്കുന്ന ഷഫീന ബീവി എന്ന യൂട്യൂബർക്കെതിരെ കൊയിലാണ്ടി മുൻസിഫ് കോടതിയുടെ ഇടപെടൽ. മുസ്ലിം സമുദായത്തിലെ സ്ത്രീകളുടെ പുരോഗമനത്തിനായുള്ള പ്രവർത്തനങ്ങളിൽ സജീവമായി നിൽക്കുന്ന വ്യക്തിയാണ് ജാമിദ ടീച്ചർ. കൂടാതെ മറ്റ് പല സാമൂഹിക സാംസ്കാരിക മേഖലകളിലും തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള വ്യക്തി കൂടിയാണവർ. കഴിഞ്ഞ 2 വർഷമായി ഷഫീന ബീബി ജാമിദ ടീച്ചർക്കെതിരെ തുടർച്ചയായ അശ്ലീല പരാമർശങ്ങൾ നിറഞ്ഞ വീഡിയോ പ്രസിദ്ധീകരിക്കുകയും കലാപാഹ്വാനം ഉൾപ്പെടെ നടത്തുകയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ജാമിദ ടീച്ചറെ കൊലപ്പെടുത്തണമെന്നുൾപ്പെടെ ഷഫീന ബീബി തന്റെ സാമൂഹിക മാധ്യമ അക്കൗണ്ടുകൾ വഴി ആഹ്വാനം ചെയ്തിരുന്നു. ചിലരെ ഉപയോഗിച്ച് അതിനുള്ള ശ്രമങ്ങൾ ഷഫീന ബീബി നടത്തുകയും ഉണ്ടായെന്ന് ജാമിദ ടീച്ചർ ആരോപിക്കുന്നുണ്ട്. ഇത്തരം വീഡിയോകളുടെ പ്രസിദ്ധീകരണം തടയുന്നതിന് ജാമിദ ടീച്ചർ പോലീസിനെ സമീപിച്ചിരുന്നെങ്കിലും ഷഫീന ബീബി പിന്മാറിയിരുന്നില്ല. ഇതേ തുടർന്നാണ് ജാമിദ ടീച്ചർ ഹൈക്കോടതി അഭിഭാഷക മുഖേന കൊയിലാണ്ടി മുൻസിഫ് കോടതിയിൽ മാനനഷ്ട കേസ് ഫയൽ ചെയ്തത്. ഈ കേസിൽ വാദം കേട്ട കോടതി ആദ്യ ദിനം തന്നെ ഷഫീന ബീബി പ്രസിദ്ധീകരിച്ച വീഡിയോകൾ മാനഹാനി ഉണ്ടാക്കുന്നതാണെന്ന് കണ്ടെത്തി. തുടർന്ന് ജാമിദ ടീച്ചർക്കെതിരെ വീഡിയോകൾ ചെയ്യുന്നതിൽ നിന്ന് ഷഫീന ബീബി വിലക്കുകയും ഇതുവരെ പ്രസിദ്ധീകരിച്ച വീഡിയോകൾ യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം തുടങ്ങിയ പേജുകളിൽ നിന്ന് നീക്കം ചെയ്യാൻ ഉത്തരവിടുകയും ചെയ്തു. ഷഫീന ബീബി ഇതാദ്യമായല്ല ഇത്തരം കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്നതെന്ന് ജാമിദ ടീച്ചറുടെ അഭിഭാഷക ചൂണ്ടിക്കാട്ടി. മുൻപ് അടൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഒലീവിയ ഡിസൈൻസ് എന്ന സ്ഥാപനത്തിനെതിരെയും ഇത്തരം മാനഹാനി ഉണ്ടാക്കുന്ന വീഡിയോകൾ ചെയ്യുകയും ഈ കേസിൽ അടൂർ മുൻസിഫ് കോടതി ഷഫീന ബീബിയെ വീഡിയോ പ്രസിദ്ധീകരിക്കുന്നതിൽ നിന്ന് വിലക്കുകയും പ്രസിദ്ധീകരിച്ച വീഡിയോകൾ നീക്കം ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഇന്ത്യയിൽ ആദ്യമായി ഒരു സ്ത്രീയുടെ നേതൃത്വത്തിൽ ജുമുഅ നമസ്കാരം നടത്തിയതിലൂടെ ലോകശ്രദ്ധ പിടിച്ചുപറ്റിയ വനിതയാണ് ജാമിദ ടീച്ചർ. ചേകന്നൂർ മൗലവി സ്ഥാപിച്ച ഖുറാൻ സുന്നത്ത് സൊസൈറ്റിയുടെ പ്രവർത്തകയായ അവർ മതത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയതോടെ ഇസ്ലാം ഉപേക്ഷിച്ച് സ്വതന്ത്ര ചിന്തയിലേക്ക് വരികയായിരുന്നു. 2019 മുതൽ കേരളത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ജാമിദ ടീച്ചർ എന്ന മുൻ ജുമാഹിദ് ആശയക്കാരിയായ അധ്യാപികയുണ്ട്. ഖുറാനിലെയും ഹദീസിലെയും വൈരുദ്ധ്യങ്ങളും തെറ്റുകളും ചൂണ്ടിക്കാട്ടി ലിംഗനീതിക്കും സ്ത്രീയുടെ തുല്യ അവകാശത്തിനുമൊക്കെ അവർ ഇന്നും പോരാട്ടം നടത്തുകയാണ്. മുസ്ലിം സമുദായത്തിൽ നാനാവിധ നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് മുന്നിട്ട് നിൽക്കുന്നത് കൊണ്ട് സമുദായത്തിലെ തീവ്ര ചിന്താഗതിക്കാരായ പലരും ജാമിദ ടീച്ചർക്കെതിരെ മുൻപും സൈബർ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. 2017 ഡിസംബർ 11-ാം തീയതിയും 22-ാം തീയതിയും രാത്രി വീട്ടിൽ ആയുധവുമായി അതിക്രമിച്ചു കയറി കൊല്ലാൻ ശ്രമിച്ച 2 കേസുകളിൽ കൊയിലാണ്ടി കോടതി നിലവിൽ കേസും വിചാരണയും നടക്കുന്നുണ്ട്. ഷഫീന ബീബിയെ താൻ പരിചയപ്പെടാനുണ്ടായ സാഹചര്യം ജാമിദ ടീച്ചർ ഇങ്ങനെയാണ് പറയുന്നത്. ക്ലബ് ഹൗസിലെ പരിപാടികളിലൂടെയാണ് ഇവരെ പരിചയപ്പെടുന്നത്. ഷഫീന ബീബി അന്ന് ഇസ്ലാമിനെ വിമർശിച്ച് വീഡിയോകൾ ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെയിരിക്കെ ഇവർ വിഷമങ്ങൾ പറഞ്ഞ് 10,000 രൂപ കടം വാങ്ങി. അത് തിരികെ ചോദിച്ചിട്ട് തന്നില്ല. ഈ വൈരാഗ്യത്തിന്റെ പേരിൽ കഴിഞ്ഞ 2 വർഷമായി ഷഫീന ബീബി എനിക്കും കുടുംബത്തിനുമെതിരെ തുടർച്ചയായി മക്കളെ അടക്കം അശ്ലീല പരാമർശങ്ങൾ നിറഞ്ഞ എണ്ണമറ്റ വീഡിയോകൾ പ്രസിദ്ധീകരിച്ചു. എനിക്കെതിരെ രഹസ്യ ഗ്രൂപ്പുകൾ ഉണ്ടാക്കുകയും പ്രവാസി മലയാളികളെ കൂട്ടുപിടിച്ച് കലാപാഹ്വാനം ഉൾപ്പെടെ നടത്തുകയും ചെയ്തു. ഇക്കഴിഞ്ഞ 28-ാം തീയതി കോട്ടയത്ത് നിന്ന് കോഴിക്കോട് വരികയും എന്റെ വീട്ടിൽ ഫോട്ടോകളും ദൃശ്യങ്ങളും പകർത്തി 700-ലധികം ആളുകളെ വാട്സപ്പ് ഗ്രൂപ്പിലിട്ട് എന്നെ കൊല്ലാൻ ആഹ്വാനം ചെയ്തു. നിങ്ങൾ പൈസ തരൂ, പൈസ തന്നാലും ഇല്ലെങ്കിലും ഞാൻ അവളെ തട്ടുമെന്ന് പറഞ്ഞ് നിരവധി വീഡിയോകളും ശബ്ദ സന്ദേശങ്ങളും ചെയ്ത് സ്വന്തം ചാനലിനും വാട്സപ്പിന്റെ രഹസ്യ പരസ്യ ഗ്രൂപ്പുകളിലും പോസ്റ്റ് ചെയ്തു. എന്റെ വിശ്വാസികളായ സഹോദരങ്ങളെ പള്ളിക്കമ്മിറ്റിക്കാരെ കൂട്ടുപിടിച്ച് നിരന്തരം വേട്ടയാടി. എന്നെ കൊല്ലാൻ കൂടുതൽ തീവ്രവാദികളെ ഇളക്കിവിട്ടു. വീട് കയറി ആക്രമിക്കണമെന്നുൾപ്പെടെ ഷഫീന ബീബിയുടെ ഗ്രൂപ്പിൽ പ്രവാസികൾ ശബ്ദ സന്ദേശത്തിലൂടെ അഭിപ്രായപ്പെട്ടു. അവരുടെ സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ വഴി എന്നെ വകവരുത്താൻ നിരന്തരം ആഹ്വാനം ചെയ്തുകൊണ്ടേയിരുന്നു. തന്റെ ഗുണ്ടകളെ ഉപയോഗിച്ച് അതിനുള്ള ശ്രമങ്ങൾ ഷഫീന ബീബി നടത്തുകയുണ്ടായി. ഇതിനെതിരെ പോലീസിനെ സമീപിച്ചിരുന്നെങ്കിലും ഷഫീന ബീബി വീഡിയോ പ്രസിദ്ധീകരിക്കുന്നതിൽ നിന്ന് പിന്മാറിയിരുന്നില്ല എന്ന് ജാമിദ ടീച്ചർ പറഞ്ഞു. ഷഫീന ബീബി എന്നറിയപ്പെടുന്നതിന് മുൻപ് സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഇവരുടെ പേര് ഷഫീന ദേവി എന്നായിരുന്നു.